ഭൂമിയിൽ ഇന്ന് മനുഷ്യന് പൂർണ്ണമായും എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സ്ഥലമുണ്ട്. അവിടെയുള്ള കാട് അത്രയും പേടിപ്പെടുത്തുന്നതാണ്. ഓരോ മരത്തിന്റെയും പിന്നിൽ, ഓരോ പുഴകളുടെയും അടിയിൽ, ഓരോ നിഴലിനുള്ളിലും ശാസ്ത്രത്തിന് ഇന്നേ വരെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാടധികം കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സോ പറഞ്ഞു വരുന്നത് ആമസോൺ കാടിനെ കുറിച്ചാണ്. 9 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന, ഇന്നേ വരെ ഒരു പുസ്തകത്തിലും പൂർണ്ണമായി എഴുതപ്പെടാത്ത കോടിക്കണക്കിന് രഹസ്യങ്ങളുള്ള ആ കാടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഭൂമി ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ അതിന്റെ ശ്വാസകോശം എവിടെയായിരിക്കുമെന്ന്. ഇതിനുള്ള ശാസ്ത്ര ലോകത്തിന്റെ ഉത്തരം ഇതുതന്നെയാണ്, ആമസോൺ. ഓരോ വർഷവും ഈ കാട് ലോകത്തിലെ ആകെ ഓക്സിജന്റെ ഏകദേശം 20% ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന ഓരോ 5ാമത്തെ ശ്വാസത്തിലും ആമസോണിന്റെ ഒരു പങ്കുണ്ട്. പക്ഷേ കഥ ഓക്സിജനിൽ മാത്രം അവസാനിക്കുന്നില്ല. ആമസോണിലെ മരങ്ങൾ ഓരോ വർഷവും ഏകദേശം 2.2 ബില്യൺ ടണ്ണിലധികം കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നുണ്ട്. ലോകം മുഴുവനായിട്ടുള്ള ഫാക്ടറികളും വാഹനങ്ങളും ഒരു ദിവസം പുറന്തള്ളുന്ന മലിനീകരണത്തിന്റെ വലിയൊരു ഭാഗം ഈ കാട് ശബ്ദമില്ലാതെ ഓരോ ദിവസവും കുടിച്ചു തീർക്കുന്നുണ്ട്. സോ ആമസോൺ അപ്പോ അത്രയും വലുതാണ്. അതൊരു രാജ്യമാണെങ്കിൽ ലോകത്തിലെ 9ാമത്തെ വലിയ രാജ്യമായിരിക്കും. ബ്രസീല്, പെറു, കൊളംബിയ, വെനിസ്വല, ഇക്വാഡോർ, ബൊളീവിയ, ഗയാന, സുരിനാം, ഫ്രഞ്ച് ഗയാന, ഈ പറഞ്ഞ 9 രാജ്യങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ കാട് ഒരു അതിർത്തിയും അംഗീകരിക്കുന്നില്ല. ഇത് സ്വന്തം നിയമപ്രകാരമാണ് ജീവിക്കുന്നത്. സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നു. ആ ഭാഷ ഇന്നും മനുഷ്യന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്ര വലിയൊരു കാടിനെ ജീവനോടെ നിർത്തുന്നത് ആരായിരിക്കും? ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആമസോൺ നദിയാണ്. 6400 കിലോമീറ്റർ നീളമുള്ള ഈ നദി ലോകത്തിലെ ഏറ്റവും വലിയ പുഴയാണ്, അല്ലെങ്കിൽ നദിയാണ്. ഓരോ സെക്കൻഡിലും ലോകത്തിലെ മറ്റെല്ലാ നദികളും ചേർന്നൊഴുകുന്നതിലും കൂടുതലായിട്ടുള്ള വെള്ളമാണ് ഇതിൽ നിന്ന് സമുദ്രത്തിലേക്ക് ഒഴുകുന്നത്. ഏകദേശം 29,000 ക്യൂബിക് മീറ്റർ വെള്ളം ഓരോ സെക്കൻഡിലും ഇത് ഒഴുകുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ വെള്ളം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ചേരുമ്പോൾ തന്നെ കുറച്ചധികം സമയമെടുക്കും സമുദ്രത്തിലുള്ള ഉപ്പ് വെള്ളവുമായി താരതമ്യം ചെയ്യാനായിട്ട്. ഈ നദി വെറും ഒരു വെള്ളമല്ല, ഇത് കാടിന്റെ ധമനിയാണ്. ഇതിന്റെ വേരുകളാണ്, ഇതിന്റെ ആത്മാവുകളാണ്. ഈ പറഞ്ഞ നദി കൂടാതെ ആമസോൺ നദീതടത്തിൽ 1100-ലധികം വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള നദികൾ ചേർന്നിരിക്കുന്നുണ്ട്. അവയിൽ 17 നദികൾ മാത്രം 1500 കിലോമീറ്ററിലധികം നീളമുള്ളവയാണ്. മഴക്കാലത്ത് ഈ നദി ചില സ്ഥലങ്ങളിൽ 48 കിലോമീറ്റർ വരെ വെള്ളം കയറി വീതിയുണ്ടാകും. അതായത് വലിയ വിശാലത്തോടു കൂടി നമ്മുടെ നാട്ടിലെ ഒരു വലിയ നഗരം തന്നെ അതിനുള്ളിൽ ഒതുങ്ങും. അത്രയും വലിപ്പമായിരിക്കും. ഈ വെള്ളത്തിനടിയിൽ മറ്റൊരു ലോകമുണ്ട് എന്ന് തന്നെ നമുക്ക് ചെറുതായി പറയാം. കാരണം ചാൾസ് ഡാർവിന് പോലും കണ്ടപ്പോൾ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് പ്രകൃതിയുടെ സൃഷ്ടിക്ക് അതിരുകളില്ല എന്നായിരുന്നു. ഈ നദിയിൽ 3000-ലധികം മത്സ്യവർഗങ്ങൾ തന്നെ ജീവിക്കുന്നുണ്ട്. താരതമ്യത്തിന് പറയുകയാണെങ്കിൽ യൂറോപ്പിലെ എല്ലാ നദികളും ചേർത്താൽ പോലും വെറും 500 സ്പീഷീസുകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ആമസോണിലെ ഈ ഒരൊറ്റ നദിയിൽ മാത്രം അതിന്റെ 6 ഇരട്ടിയിലധികം ജീവികളുണ്ട്. പക്ഷേ ഈ നദിയിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽപ്പെട്ട ഒരു മീനാണ് പിങ്ക് നിറത്തിലുള്ള ഡോൾഫിൻ. ബോട്ടോ അഥവാ പിങ്ക് റിവർ ഡോൾഫിൻ എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇത് കടൽ വെള്ളമല്ല. പ്രായം കൂടുന്തോറും ഇതിന്റെ പിങ്ക് നിറം കൂടി വരുന്ന ഒരിനം ഡോൾഫിനാണിത്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ നിറമല്ല. ഇതിന്റെ മസ്തിഷ്കം മനുഷ്യനേക്കാൾ 40% വലുതാണ്. ഇതിന് തന്റെ കഴുത്ത് ഒരേ സമയം 180 ഡിഗ്രി വരെ വൈഡായിട്ട് തിരിക്കാൻ സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ തന്റെ ശരീരം തിരിക്കാതെ തന്നെ ഇതിന് പിന്നിലേക്ക് നോക്കാനാകുമെന്ന് ചുരുക്കം പറയാം. ആമസോണിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ മനുഷ്യന് തോണി കൊണ്ട് പോലും കടക്കാൻ പറ്റാത്ത മരങ്ങൾക്കിടയിലൂടെ, വേരുകൾക്കിടയിലൂടെ ഈ ഡോൾഫിനുകൾ സഞ്ചരിക്കും. ആമസോണിലെ ഒരു വിഭാഗം ആദിവാസികൾ പറയുന്നത് രാത്രിയിൽ ഈ ഡോൾഫിൻ മനുഷ്യരൂപം എടുക്കുമെന്നാണ്. ഒരു സുന്ദരനായ മനുഷ്യനായി ഗ്രാമങ്ങളിലേക്ക് വരും. അതിനെ കാണുന്നവർ പിന്നെ ഒരിക്കലും മടങ്ങി വരില്ല. ഇത് വെറും ഒരു കഥയാണെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നാം. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ കാടിനൊപ്പം ജീവിച്ചവരുടെ വാക്കുകളിൽ ഒരു സത്യം പോലും ഇല്ലേ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതാണ് ആമസോണിന്റെ മായാജാലങ്ങൾ. പക്ഷേ ഇവിടെ ശാസ്ത്രത്തിന്റെയും രഹസ്യത്തിന്റെയും ഇടയിലെ രേഖ അത്രയും മങ്ങിയതാണ്. ഏത് എവിടെ അവസാനിക്കുന്നു എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാകില്ല. അടുത്തതായി ആമസോണിന്റെ ഏറ്റവും ഭീകരമായ ഒരു ജീവിയെ പരിചയപ്പെടാം, അനാക്കോണ്ട.
ഗ്രീൻ അനാക്കോണ്ട ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള പാമ്പാണ്. 9 മീറ്റർ വരെ നീളവും 250 കിലോത്തിന് മുകളിൽ വരെ തൂക്കവും ഉണ്ടാകും. കരയിൽ സഞ്ചരിക്കാൻ പോലും ഇവക്ക് ഇത്രയും ഭാരമുള്ളതിനാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ വെള്ളത്തിൽ അത് ഒരു നിഴല് പോലെ വേഗത്തിൽ നീങ്ങും, ശബ്ദമില്ലാതെ, ചലനമില്ലാതെ. ഇക്കൂട്ടർ ഇരകളെ ചുറ്റി വലിഞ്ഞ് ശ്വാസം മുട്ടിച്ചാണ് വിഴുങ്ങുന്നത്. ഒരിക്കൽ ആമസോണിലെ അനാക്കോണ്ടയുടെ വയറ്റിൽ നിന്ന് ഒരു മാന്, മുതല, ഒരു മനുഷ്യനെ വരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഈ കാടിന്റെ ഏറ്റവും വലിയ മറ്റൊരു സത്യം. ഇവിടെ അപകടം നിലവിളിച്ച് വരില്ല, പക്ഷെ നിശബ്ദമായി നമ്മുടെ അടുത്തേക്ക് വരും. വെള്ളത്തിനടിയിൽ നിന്ന്, ഇലകളുടെ പിന്നിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് എന്നിങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരിക്കും അപകടങ്ങൾ വരിക. ആമസോണിൽ ഇന്ന് 40,000-ലധികം സസ്യവർഗങ്ങൾ, 1,300-ലധികം പക്ഷിവർഗങ്ങൾ, 430-ലധികം സസ്തനികൾ, 1000-ലധികം തവള വർഗങ്ങൾ, 25 ലക്ഷത്തിലധികം കീടവർഗങ്ങൾ എന്നിവയെല്ലാമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന മറ്റൊരു ലോകമാണത്. ഇനി ഈ പറഞ്ഞതൊന്നും കൂടാതെ ഇന്നും ഓരോ വർഷവും പുതിയ ജീവിവർഗങ്ങൾ അവിടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ 2025 മാത്രം ആമസോണിൽ 279ഓളം വരുന്ന പുതിയ സ്പീഷീസ് ജീവികളെയാണ് കണ്ടെത്തിയത്. അഥവാ ഓരോ 30 മണിക്കൂറിലും ഒരു പുതിയ ജീവി എന്ന് നമുക്ക് ചുരുക്കം പറയാം. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഇന്നും ഈ കാട് തന്റെ രഹസ്യങ്ങൾ ലോകത്തോട് മറച്ചു വെക്കുകയാണ്. ആമസോണിന്റെ ഉൾക്കാടുകൾക്കുള്ളിൽ ഇന്നും പുറം ലോകം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഗോത്രവർഗങ്ങൾ ജീവിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ, ഇന്റർനെറ്റ്, ഇതൊന്നും പുറം ലോകത്തെ പോലെ ഒന്നും അവർക്കറിയില്ല. ബ്രസീലിലെ ചില കണക്കുകൾ പ്രകാരം ഇന്നും 100-ലധികം അൺകോണ്ടാക്റ്റഡ് ട്രൈബിൾസ് ആമസോണിൽ ജീവിക്കുന്നുണ്ട്. ഇവരുമായി ആശയവിനിമയം നടത്തുന്നത് പുറം ലോകത്തെ ആളുകളുമായി ബ്രസീലിൽ നിയമവിരുദ്ധമാണ്. കാരണം സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു പനി പോലും ഇവർക്ക് മാരക രോഗമായി മാറാം. അവരുടെ ശരീരം പുറം ലോകത്തിലെ രോഗാണുക്കളെ നേരിടാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഇവർക്കൊരു അറിവുണ്ട്, ആധുനിക ശാസ്ത്രത്തിന് പോലും ഇന്നും പൂർണ്ണമായി അറിയാത്ത മറ്റൊരു അറിവ്. ഏത് സസ്യം ഏത് രോഗത്തെ ഭേദമാക്കുമെന്ന്, ഏത് ഔഷധ ചെടി ഏത് വിഷത്തിനാണ് മരുന്നെന്ന്, ഏത് കാലാവസ്ഥയിൽ ഏത് മൃഗം എവിടെ ഉണ്ടാകുമെന്ന് എന്നിങ്ങനെ പോകുന്നു. അത് ആയിരക്കണക്കിന് വർഷങ്ങളായി തങ്ങളുടെ തലമുറയിലൂടെ കൈമാറി വന്ന മറ്റൊരറിവ്. ഈ ഗോത്രവർഗങ്ങൾ പൂർണ്ണമായും ഒരു രാത്രി കൊണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ ആ അറിവും എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് നഷ്ടമാകും. അടുത്തതായി ഈ കഥയിലെ മറ്റൊരു വലിയ രഹസ്യത്തിലേക്ക് വരാം. സിറ്റി ഓഫ് ദ സെഡ്. 1906 ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ പേഴ്സി ഹാരിസൺ ഫോസറ്റ് എന്ന ഒരു വ്യക്തി ആദ്യമായി ആമസോണിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അയാൾ അതിനായി ഒരു മാപ്പ് തയ്യാറാക്കി, പുതിയ വഴികൾ കണ്ടെത്തി. പക്ഷെ അവനെ ഉറങ്ങാൻ പോലും അനുവദിക്കാത്തത് ഒരു പഴയ കഥയായിരുന്നു. ആമസോണിന്റെ നടുക്കാടിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പുരാതന നഗരം, സ്വർണത്തിൽ നിർമ്മിച്ച ആയിരക്കണക്കിന് ആളുകൾ താമസിച്ചിരുന്ന ഒരു മഹാസഭ്യത. ഫോസറ്റ് അതിനെ സിറ്റി ഓഫ് ദ സെഡ് എന്ന് വിളിച്ചു. പഴയ പോർച്ചുഗീസ് രേഖകളിൽ ഒരു യാത്രികൻ എഴുതിയിരുന്നു. അവൻ ആമസോണിൽ ഒരു വമ്പൻ നഗരത്തെ കണ്ടെത്തി. കല്ലുകൾ കൊണ്ടുള്ള കെട്ടിടങ്ങൾ, വിശാലമായ റോഡുകൾ, ആയിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഒരു ചെറിയ നഗരം. ആമസോണിൽ ടെറാ പ്രേറ്റ എന്ന ഒരു കറുത്ത മണ്ണും അയാൾ കണ്ടെത്തിയിരുന്നു. ഇത് സ്വാഭാവികമായി അവിടെ ഉണ്ടായതല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ നിർമ്മിച്ചെടുത്തതാണ്. ഇപ്പോൾ നമുക്ക് വരുന്ന ഒരു ചോദ്യം, ആരായിരുന്നു ആ മനുഷ്യർ? അവർ ഇപ്പോൾ എവിടെ പോയി? 1925 ഈ പറഞ്ഞ ഫോസറ്റും തന്റെ മകനും കുറച്ച് കൂട്ടുകാരുമായി അവസാനമായി ആമസോണിലേക്ക് പോയത്. അന്നാ പോയ ഇവര് ഇന്നും തിരിച്ചു വന്നിട്ടില്ല. അവരെ തേടി പിന്നീട് വർഷങ്ങളോളം നിരവധി സംഘങ്ങളും ആമസോണിലേക്ക് പോയി. പക്ഷെ അവരെ കുറിച്ചും ഇന്നും യാതൊരു വിവരവുമില്ല. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നേ വരെ ഫോസറ്റിനെയും അയാളുടെ കൂടെ പോയ ആളുകളെയും തേടാനായിട്ട് പല ശ്രമങ്ങൾ നടത്തിയിട്ടും അതെല്ലാം പരാജയപ്പെടുകയും 100-ലധികം ആളുകളെ കാണാതാവുകയും പലരും മരിച്ചിട്ടുമുണ്ട്. 2017 ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ലൈഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആമസോണിന്റെ മുകളിലൂടെ ഒരു പഠനം നടത്തി. കാടിന്റെ അടിയിൽ മറഞ്ഞു കിടന്ന പഴയ നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ അവർ ഇതിലൂടെ കണ്ടെത്തി. റോഡുകൾ, കെട്ടിടങ്ങളുടെ അടിത്തറകൾ, കൃഷിസ്ഥലങ്ങൾ. ഒരു കാലത്ത് ആമസോണിൽ ഒരു വലിയ മനുഷ്യ വിഭാഗം ഗ്രൂപ്പായി ജീവിച്ചിരുന്നതായി അവർ ഇതിലൂടെ കണ്ടെത്തി. ഏകദേശം നിലവിൽ 1 കോടിയിലധികം ആളുകൾ ഇന്ന് ആമസോൺ കാടിനുള്ളിൽ താമസിക്കുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു കാലത്ത് 1900-കളിൽ ഫോസറ്റ് പറഞ്ഞത് സത്യമാണോ? സിറ്റി ഓഫ് ദ സെഡ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ? ഇന്നും ആ ചോദ്യം ലോകത്ത് പൂർണ്ണമായും
ഒരു ഉത്തരം കിട്ടാതെ കിടക്കുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ വെറും ഒരു കാടല്ല, ഇത് ഭൂമിയുടെ ശ്വാസമാണ്. ലക്ഷക്കണക്കിന് ജീവികളുടെ വീടും നമ്മൾ ഇന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരു മനുഷ്യരുടെ ലോകമാണ്. ഒരുപക്ഷെ മനുഷ്യൻ ഇന്ന് ആമസോൺ കാടിനുള്ളിൽ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ടാകും. അപ്പോ നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു രീതിയിലൂടെയും പുതിയൊരു ഭാവത്തിലൂടെയും ഒക്കെയാണ് ഈ ഒരു കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. സോ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണാം.